ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മളിപ്പോൾ ഹോട്ട് വീൽസിൻ്റെ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മൾ റിയൽ വേൾഡ് വണ്ടികളുടെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചാനലിൽ കംപ്ലീറ്റ് ഹോട്ട് വീൽസ് മാത്രമാണോ വരുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇപ്പോൾ അവരുടെ അടുത്തുണ്ട്. സംഭവം വേറെ ഒന്നല്ല, ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് UK-ലാണുള്ളത്. UK-ൽ വന്നിട്ട് കുറച്ചായി. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്ന് ഫാമിലിയായിട്ട് സെറ്റിൽ ആവാനായിട്ട് കുറച്ച് സമയം ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലാണ്. സഫോൾക്ക് കൗണ്ടിയിൽ ബെറി സെൻറ്റ് എഡ്മണ്ട്സ് എന്ന് പറയും. ഇതൊരു സിറ്റി തന്നെയാണ്, പക്ഷേ നമ്മുടെ ഒരു വില്ലേജ് ടൈപ്പ് സിറ്റിയാണ്. അതായത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും വലിയൊരു ടൗൺ അല്ലത്, ഒരു ഇടത്തരം ടൗണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ കുറച്ചും കൂടിയും എന്താ പറയുക, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കൾച്ചറിലുള്ള ജീവിക്കുന്ന ആളുകളാണ്. നമുക്കിവിടെ ഏഷ്യൻസൊക്കെ വളരെ കുറവാണ്. ശരിക്കും ഒരു പ്യുവർ ഒരു ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ടൗൺ പോലത്തെ ഒരു ടൗണാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര പ്രൈവസീനെ മാനിക്കുന്ന ആൾക്കാരാണ്. പ്രൈവസി എല്ലാവർക്കും ഭയങ്കര ഒരു മാറ്ററാണ് ഇവിടെ. അപ്പോൾ നമുക്ക് റോഡിലൂടെ ഒരു വണ്ടി പോകുന്ന സമയത്ത് പോയി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറയണത് ചില സാഹചര്യങ്ങൾ അവരെങ്ങനെ അത് റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ വന്ന് അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരെ അനോയിങ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം നമുക്കിവിടെ ലോങ് ടൈം ഇപ്പോൾ നിൽക്കാനായിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഇപ്പോൾ ഇവിടെ കുറേ പ്രൈവറ്റും അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള പ്ലേസുകൾ തരംതിരിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പോയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇൻ കേസ് അവർ എന്താ പറയുക, പോലീസ് കംപ്ലയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പെനാൽറ്റിയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ തൊട്ട് കഴിഞ്ഞാൽ കോടികളുടെ കണക്ക് മാത്രം ഇവിടെ കേൾക്കാവുള്ളൂ, ലക്ഷങ്ങളും കോടികളും മാത്രം ഇവിടെ കേൾക്കാവുള്ളൂ. നാട്ടിലെ പോലെ 1000-500 പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഇൻ കേസ് അവർ അവരെ പ്രൈവസീനെ നമ്മൾ എന്തെങ്കിലും പ്രശ്നമാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഹ്യൂജായിട്ടുള്ള എമൗണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുറത്തുള്ള വീഡിയോസൊക്കെ എടുക്കാത്തത്. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ശരിക്കും ഇവിടെ നമ്മൾ ഇമിഗ്രേഷൻ ഡേറ്റ് തൊട്ട് ഒരു 1 year നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനും കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാണ് അങ്ങനത്തെ ഒരു കാറ്റഗറി അവർ തന്നിരിക്കുന്നത്. അല്ലാതെ നമുക്കൊരു ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു വണ്ടി മേടിച്ച് തൽക്കാലം നമ്മുടെ ഫാമിലി ആവശ്യങ്ങളും അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോക്കൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഷോറൂമുകളൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഷോറൂമുകളിലൊക്കെ പോയി വണ്ടികളൊക്കെ നോക്കി കണ്ട് സംസാരിച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ UK ലൈസൻസ് വേണം. ഇൻ കേസ് വണ്ടി ഓടിക്കണമെങ്കിൽ UK ലൈസൻസ് വേണം. അതുപോലെ തന്നെ നമുക്ക് അവർ ചെല്ലുമ്പോൾ അവരെങ്ങനെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പിന്നെ നമ്മൾ അവരെ വീഡിയോസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് ഉപകാരം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, എങ്ങനെയാണ് നമുക്കതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുക. കാരണം നമ്മളെ വീഡിയോസ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് മലയാളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ മലയാളീസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ബിസിനസ് അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സമയം തന്നതുകൊണ്ട് അവർക്ക് എന്താണ് ബെനിഫിറ്റ് എന്നൊക്കെ അവർ ആലോചിക്കും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓടിപ്പോയി മറ്റുള്ളവരെ വണ്ടികളൊന്നും ഓടിക്കാൻ പറ്റില്ല. ഓരോ വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻഷുറൻസ് എടുക്കണം. 1 day ഇൻഷുറൻസ് ഉണ്ട്, മന്ത്ലി ഇൻഷുറൻസ് ഉണ്ട്, ഇയർലി ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഏത് രീതിയിൽ ഓരോ ദിവസങ്ങളിലേക്കൊക്കെ വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം. പക്ഷേ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് നിൻ്റെ വണ്ടി ഓടിക്കാൻ തരാൻ പറ്റും, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് പുറത്തിറങ്ങിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് ഒക്കെ എടുക്കാം. പക്ഷേ അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇവിടെ നമ്പർ പ്ലേറ്റ് കാണിച്ചിട്ട് അവരുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണിച്ചിട്ട് വീഡിയോസ് എടുക്കുന്നത് താല്പര്യമില്ലാത്ത ആളുകളാണ്. കാരണം നമ്പർ പ്ലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില വണ്ടികൾ യൂണീക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വണ്ടി ഇവിടെ തെഫ്റ്റൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്പർ പ്ലേറ്റ് കാണിക്കാനൊക്കെ ഒരു മടിയുണ്ട്. കാരണം ഒബ്വിയസ്ലി നമുക്ക് നമ്പർ പ്ലേറ്റ് കാണിച്ചാൽ ആ വണ്ടി എവിടെയാണുള്ളതൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ടയർ വണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തെഫ്റ്റൊക്കെ നടക്കാൻ സാധ്യത. അപ്പോൾ ഇവിടെ പ്രൈവസി ഭയങ്കര മാറ്ററാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടുത്തെ UK ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ തിയറി പാസ്സായിട്ടുണ്ട്. ഇനി പ്രാക്ടിക്കലാണ് വരാൻ പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ അടുത്ത മാസമൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഡേറ്റ്. അപ്പോൾ അടുത്ത മാസമൊക്കെ ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ലൈസൻസ് എടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരു ഭയങ്കര പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ടൈം എടുക്കുന്നൊരു കാര്യമാണ്. അപ്പം അതൊരു പ്രശ്നമാണ്. പിന്നെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് 2 year ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് 2 year എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ആവും.
അപ്പോൾ പിന്നെ അത് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻ കേസ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എടുത്ത വഴിക്ക് നമ്മളിപ്പോൾ മാപ്പിടാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ മൊബൈലിൽ ടച്ച് ചെയ്താൽ പോലും നമ്മുടെ CIDസോ അല്ലെങ്കിൽ ക്യാമറയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് അപ്പോൾ തന്നെ ഡിസ്മിസലാണ്. പിന്നെ അത് നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഒരുപാട് കാലം ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കൊരു വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പോകാനൊക്കെ ആയിട്ട്. ചെറിയ മൈനോട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായാൽ പോലും ഭയങ്കര വലിയൊരു രീതിയിൽ തന്നെ നമ്മുടെ ലൈസൻസിനെ അത് ബാധിക്കും. ആദ്യത്തെ 2 ഇയറിൽ 6 പോയിൻറ്റ്സോ അങ്ങനെ എന്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നമുക്കത് കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മളതൊക്കെ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം തന്നെയാണ് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമുക്കൊരു 1-2 മാസത്തിനുള്ളിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നതായിരിക്കും. അതിനുശേഷം നല്ല വീഡിയോസൊക്കെ നമ്മുടെ ഈ ചാനലിൽ വരും. ഇവിടെ അടിപൊളി കാറുകളൊക്കെ ഉണ്ട്, നല്ല ഇടിപെട്ട് കാറുകളുണ്ട്. നമ്മുടെ റീൽസൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. നമ്മൾ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇതിലൊക്കെ നല്ല കിടിലൻ വണ്ടികൾ എന്ന് പറഞ്ഞാൽ കിടിലൻ വണ്ടികൾ. ഏത് ടൈപ്പ് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ കിട്ടാനുണ്ട്. ലക്ഷറി എന്ന് പറഞ്ഞാൽ അൾട്രാ ലക്ഷറി വണ്ടികളൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷേ എന്താ പറയുക, അവരുടെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ ചോദിക്കാനായിട്ടൊരു പേടിയാണ്. കാരണം അവരെങ്ങനെ എടുക്കും, ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് പഠിച്ചു വന്ന് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയതിനു ശേഷമാണ് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ലക്ഷറി വണ്ടികളുള്ള ആൾക്കാർ അത്രയും ലക്ഷറി ആയിട്ടായിരിക്കും അവരെ കാര്യങ്ങൾ ചെയ്യേണ്ടാവുക. അപ്പോൾ അവരെ പ്രൈവസിയിൽ നമ്മൾ കൈ കടത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ സംഭവം പബ്ലിക് റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. പക്ഷേ എനിക്ക് എന്നാൽ പോലും എന്താ പറയുക, അതൊരു മറ്റുള്ളവർക്കൊരു അരോചകത്വമാവുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അത് ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ പറയണത് ഓരോ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനുള്ള ഏരിയയിൽ കുറച്ച് ഒരു ബ്രിട്ടീഷ് ടൈപ്പ് ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് പ്രൈവസി മാറ്റേഴ്സാണ്. ചില ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഏഷ്യൻസും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി ലിബറലായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. നല്ല റിവ്യൂസൊക്കെ ആയിട്ട്. ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി എടുത്തു. ഹോണ്ടയുടെ ജാസാണ്, 2010 മോഡൽ ജാസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം അവിടുത്തെ നമ്മുടെ ഫാമിലി ആവശ്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഇത് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു ജാസിനെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും ഈ വണ്ടി എങ്ങനെയാണ് നമ്മൾ എടുത്തതുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് തുടങ്ങാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ സ്റ്റിൽ കീപ്പ് വെയിറ്റ്. എന്താ പറയുക, നല്ലൊരു കണ്ടൻസൊക്കെ നമ്മൾ വരുന്നുണ്ട്. കീപ്പ് സപ്പോർട്ട്. നല്ലൊരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.